നെക്സ്റ്റ് എന്ന് പറയുന്നത് പാലിൻഡ്രോം. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു നമ്പറിനെ നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എഴുതുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് എഴുതി അതിൻ്റെ റിവേഴ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, സെയിം ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ പാലിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ ട്യൂറിംഗ് മെഷീനിൽ ഒരു ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ WWR എന്ന് പറയുന്നത് പാലിൻഡ്രോമാണ്. എന്താണ് W എന്ന് വെച്ചാൽ സ്ട്രിങ്, WR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ABB എന്ന് പറയുന്നതാണ് നമ്മുടെ W എന്ന് വിചാരിക്കുക. ABB ആണ് W. WR എന്ന് പറയുന്നത് എന്തായിരിക്കും, BBA ആണ്. അപ്പോൾ ABB BBA എന്താണിത്, ഇതൊരു പാലിൻഡ്രോമാണ്. അപ്പോൾ ഡബ്ല്യുവും WRും കൂടി ചേർത്ത് എഴുതിയപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. അതുകൊണ്ടാണ് WWR എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്, പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, W എന്ന് പറയുന്നത് സ്ട്രിങ്, WR എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് എന്തായി, പാലിൻഡ്രോമായി. റിവേഴ്സും കൂടി ചേരുന്നതല്ലേ പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ABA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാലിൻഡ്രോമാണ്. അപ്പോൾ ഈ നമ്മുടെ ട്യൂറിംഗ് മെഷീനിൽ നമ്മൾ പാലിൻഡ്രോം ചെക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും ലാസ്റ്റും തമ്മിൽ ചെക്ക് ചെയ്യും. സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്തിട്ട് അടുത്ത സബ്സ്ട്രിങ്ങിനെ എടുക്കും. അതിലെ ആദ്യത്തതും അവസാനത്തതും കൂടെ കമ്പയർ ചെയ്യും. അതും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തുള്ള സബ്സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യും. അതിനകത്തുള്ള ഫസ്റ്റും ലാസ്റ്റും ഈക്വൽ ആണെങ്കിൽ അതിനകത്തുള്ളത്, അങ്ങനെ നമ്മൾ ഇന്നർ സബ്സ്ട്രിങ്ങിലേക്ക് പോയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പാലിൻഡ്രോം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാലിൻഡ്രോം കണ്ടുപിടിക്കുന്നത് ഫസ്റ്റും ലാസ്റ്റും കൂടി എടുക്കുന്നു. ഫസ്റ്റും ലാസ്റ്റും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ബ്ലാങ്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് കളയുന്നു. സെയിം ആണെങ്കിൽ മാത്രം. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്തുള്ള സ്ട്രിങ് എടുക്കും, ആ സബ്സ്ട്രിങ് എടുക്കും. ദെൻ ആ സബ്സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റും ലാസ്റ്റും കമ്പയർ ചെയ്യും. അതും സെയിം ആണെങ്കിൽ കട്ട് ചെയ്യുക, തൊട്ടടുത്ത് ഇന്നർ സബ്സ്ട്രിങ്ങിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ പോയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, പാലിൻഡ്രോം കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ ടേപ്പ്, ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BB ഇത് മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോൾ B വെച്ച് തുടങ്ങുന്നതാണ് എഴുതുന്നത്. പക്ഷേ നമുക്ക് A വെച്ച് തുടങ്ങുന്നതിന് സബ്സ്ട്രിങ് വന്നൂടെ, പാലിൻഡ്രോം വന്നൂടെ, വരാം. അപ്പോൾ ആ കണ്ടീഷൻസും കൂടി നമ്മൾ നോക്കണം. ജസ്റ്റ് ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്തുന്നുള്ളൂ. അപ്പോൾ BAB ഇതൊരു സ്ട്രിങ്. ദെൻ ഇതിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ BAB അല്ലേ. ബാക്കി എന്താണ്, നമ്മുടെ ബ്ലാങ്ക് ആണ് നമ്മുടെ ടേപ്പിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തേത് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് Q0, അതിൽ B ആണെങ്കിൽ നമ്മൾ ആ BA ബ്ലാങ്ക് ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം BA നമ്മൾ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി. ദെൻ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. A ആണെങ്കിൽ B ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാണ്ട് പോകുന്നു. എപ്പോൾ നമ്മളൊരു ബ്ലാങ്ക് കാണുന്നു അന്നേരം നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ആ ലെറ്റർ എന്ന് പറയുന്നത് B ആണോ നോക്കും. B ആണെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി. ഓക്കെ, ദെൻ തിരിച്ച് വീണ്ടും നമ്മൾ A ആണെങ്കിലും B ആണെങ്കിലും അൺചേഞ്ച് ആവാതെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ലെഫ്റ്റിലൊരു ബ്ലാങ്ക് കാണുമ്പോൾ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്ത് തൊട്ടടുത്ത എലമെൻ്റായ A കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി. A ആയിരുന്നാലും B ആയിരുന്നാലും നമ്മൾ ബ്ലാങ്ക് തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ബ്ലാങ്ക് ആക്കി. ഇനി വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എവിടെയാണോ ഒരു ബ്ലാങ്ക് കാണുന്നത് അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേറ്റിൽ വന്നിട്ട് അതും A ആണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് എന്ത് ചെയ്യും, ബ്ലാങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആ A ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം അത് കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, പാലിൻഡ്രോം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ആയാലും പാലിൻഡ്രോം ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അന്നേരം നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ B കണ്ടു. B കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ A ആയിരുന്നാലും B ആയിരുന്നാലും അൺചേഞ്ച് ആണ്. എപ്പോൾ ഒരു ബ്ലാങ്ക് കാണുന്നു അന്നേരം ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ നമ്പർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് B ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതിനെ ബ്ലാങ്ക് ആക്കി ലെഫ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യും. വീണ്ടും എയും ബിയും വന്നു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ കറസ്പോണ്ടിങ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇൻ കേസ് എയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, അവസാനിക്കുന്നതും ഏതിലായിരിക്കും, എയിലായിരിക്കും അവസാനിക്കുന്നത്. സോ
എ ആണെങ്കിൽ നമ്മൾ എ ബ്ലാങ്ക് ആക്കിക്കൊണ്ട് റൈറ്റിലേക്ക് പോവും. പിന്നെ എയും ബിയും ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ദെൻ തിരിച്ചൊരു ബ്ലാങ്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ എന്താണ് ലാസ്റ്റ് കിട്ടുന്നത് എ തന്നെയാണെങ്കിൽ ബ്ലാങ്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഓരോ സബ്സ്ട്രിങ് ആയിട്ട് ഓരോന്നെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റെപ്പ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് Q1 എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. Q1 എപ്പോഴാണ് പോകുന്നത്, ബി കാണുമ്പോൾ ബിയെ നമ്മൾ ബ്ലാങ്ക് ആക്കിക്കൊണ്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി അവിടെ നമുക്ക് എ ആണെങ്കിൽ എ തന്നെ റൈറ്റ്, ബി ആണെങ്കിൽ ബി തന്നെ റൈറ്റ്. ഇപ്പോഴാണ് ചേഞ്ച് വരുന്നത് ഒരു ബ്ലാങ്ക് വരുമ്പോഴല്ലേ. സോ ബ്ലാങ്ക് വരുമ്പോൾ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം അല്ലേ. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ എന്താണ് ഒരു ബി വരുമ്പോൾ അല്ലേ, ഒരു ബി വരുമ്പോഴാണ് എന്തൊക്കെ ചെയ്യേണ്ടുന്നത്, ബി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലാങ്ക് ആക്കിക്കൊണ്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ദെൻ അവിടെ നിന്നുകൊണ്ട് എ ആണെങ്കിൽ എ തന്നെ ലെഫ്റ്റിലേക്ക്, ബി ആണെങ്കിൽ ബി തന്നെ ലെഫ്റ്റിലേക്ക്. ഓക്കെ, ബി തന്നെ ലെഫ്റ്റിലേക്ക്. ദെൻ ഇതിപ്പോൾ ഞാൻ ബിയുടെ കേസാണ്. ബി സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ബി സ്റ്റാർട്ട് ചെയ്തു, ബി എൻഡിൽ ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ കേസ്. അതേപോലെ എയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ നിൽക്കുന്ന ഒരു സ്ട്രിങ്ങും നമുക്ക് വരാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെയ്തത് തന്നെ എന്ത് ചെയ്യും, Q4 എന്ന് പറയുന്നതിൽ എ ആണെങ്കിൽ എയെ ബ്ലാങ്ക് ആക്കിക്കൊണ്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി നമ്മൾ എ ബ്ലാങ്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ എ വന്നു കഴിഞ്ഞാലും എ തന്നെ റൈറ്റ്, ബി വന്നാലും ബി തന്നെ റൈറ്റ്. എപ്പോഴാണ് ചേഞ്ച് വരുന്നത്, ഒരു ബ്ലാങ്ക് വരുമ്പോഴാണ് ചേഞ്ച് വരുന്നത്. Q5 അല്ലേ, ഒരു ബ്ലാങ്ക് വരുമ്പോൾ ആ ബ്ലാങ്ക് തന്നെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും അല്ലേ. എന്നിട്ട് അടുത്തത് എ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ബ്ലാങ്ക് ആക്കിക്കൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ആ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തൊട്ടടുത്തത് ചിലപ്പോൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടേക്കൊരു ചേഞ്ച് കൊടുക്കുക. എങ്ങനെയാണ്, എ ആണെങ്കിൽ ബ്ലാങ്ക് ആക്കിക്കൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിച്ച് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ അവസാനിക്കുന്നത്, ഈ കണ്ടീഷനാണെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ അവസാനിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് കണക്ഷനുണ്ട്. എ കഴിഞ്ഞ് നമുക്ക് അടുത്തത് ബി വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിയിലുള്ള സബ്സ്ട്രിങ്ങിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാലൻഡ്രോം കണ്ടുപിടിക്കുന്നത്. പാലൻഡ്രോം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം സെയിം ആണ്. അപ്പോൾ ആദ്യത്തെ ബിയും അവസാനത്തെ ബിയും സെയിം ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്ത നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യും. അടുത്ത എന്താണോ എലമെൻറ്റ് അതിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ലൂപ്പിംഗ് Q3 കഴിഞ്ഞൊരു ലൂപ്പിംഗ് Q0യിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ലൂപ്പിംഗ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കും. Q5 കഴിഞ്ഞൊരു ലൂപ്പിംഗ് കൊടുക്കും. അപ്പോൾ ആ ലൂപ്പിങ്ങിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, Q5നെയും Q3യും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എ ആണെങ്കിൽ നേരെ Q3യിലേക്ക് പോകും. ഓക്കെ.